ഹലോ ഗൈസ്, നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ എക്സ്ട്രാ ടൈമിൻ്റെ കുറച്ച് മാർക്കറ്റ് പിക്കുമായിട്ടാണ്. ഓക്കെ, നമ്മൾ അക്കോ വേഴ്സസ് ഇൻഫേർണോൻ്റെ മാർക്കറ്റ് പിക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്കിന്ന് രാവിലത്തെ ഡെയിലി എന്താ പറയുക 3K ജിമ്മിൻ്റെ ബാക്കിൽ നിന്ന് ഹസാഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തായിരുന്നു. ഓക്കെ, നമുക്കെന്തായാലും ഇത് നമ്മളെ എലമെൻ്റൽ പിക്ക് 2 ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നമ്മളെ മെയിൻ അക്കൗണ്ടിലും അതുപോലെ തന്നെ സെക്കൻഡ് അക്കൗണ്ടിലും. പിന്നെ സാധാരണ കുറച്ച് പാക്സ് ഓപ്പൺ ചെയ്യാനുണ്ട് ഗൈസ്. കാരണം ഇന്നലെ തേർഡ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ തേർഡ് അക്കൗണ്ടിൽ കുറച്ച് ജംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യണം. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊന്നുമില്ല ഗൈസ്, ഡീമോ സീസണിൻ്റെ കുറച്ച് പ്ലേയേഴ്സാണ്. നമുക്ക് എന്തായാലും ഷാൾ എടുക്കാം, അതായിരിക്കും ബെറ്റർ. ഒരെണ്ണം കൂടി ഓപ്പൺ ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് ആരെയാണ് ഈ എലമെൻറ്റിൽ പിക്കുന്നത്, നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ് ഇതിനകത്ത് എന്തായിരിക്കും എന്ന്. സോ വന്നിട്ടുണ്ട്. ആൻഡ് ഷാഡ് 2 എണ്ണം ഉണ്ട്, മീൻസ് 20ൻ്റെ 40ൻ്റെ ആൻഡ് ബാക്കിയൊക്കെ കണക്കാണ്. സോ 40 ഷാഡ് തന്നെയാണ്, മൊത്തം 70 ഷാഡ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ആൻഡ് ഏസ് നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ നോക്കാം. ഫ്രീ പാക്കിൽ ആരെയും കിട്ടിയിട്ടില്ല കാര്യം. ബോബി മോർ കുഴപ്പമില്ല. ഇതിനകത്തും എലമെൻ്റൽ പിക്ക് തന്നെയാണ് ഈസ് നോക്കുന്നത്. ഇതിനകത്തും കൂടി പിക്ക് ചെയ്തിട്ട് ഈസ് നമുക്ക് തേർഡ് അക്കൗണ്ടിൽ പോയി കുറച്ച് പാക്സ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആൻഡ് ഇതിനകത്തും ഷാർട്സ് തന്നെയാണ് ബെറ്റർ, കാരണം ഇതിനകത്തും കൂടി ഗ്രൈൻഡ് ചെയ്യണം ഗൈസ്. കാരണം ഇതിനകത്തൊരു 500 ഷാർട്സ് ഒക്കെ വരെയൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ നമുക്ക് കവർ ചെയ്യാമല്ലോ. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നില്ല, ഉണ്ടാവില്ല എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ആരൊക്കെ കിട്ടേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, 30 ഷാഡ് തന്നെയാണ് ബെറ്റർ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇന്ന് വരെ നമ്മളെ 3K ജംസിൻ്റെ ബാക്കിൽ നിന്ന് ആരെയാണ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഹസാഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഡബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 30 ഷാർട്സ് എടുക്കാം, നമുക്കത് ക്ലെയിം ചെയ്യാം ഗെയ്സ്. വേറെ ടോക്കണൊന്നും ഇല്ല ബാക്കി, കാരണം മാക്സിമം 10,000 ആണല്ലോ ഒരു ദിവസം. നമുക്കെന്തായാലും ക്ലെയിം ചെയ്യാം. ഇതിനകത്ത് ഇനിയിപ്പോൾ ജംസ് പൊട്ടിച്ച് തീർക്കുന്നില്ല. എന്തായാലും അടുത്ത വീക്ക് വരുമ്പോൾ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടാവും, അതിനകത്ത് എന്തായാലും ജംസ് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് ഗെയ്സ് നമ്മൾ തേർഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. OVR നല്ല രീതിക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്, കുറേ സിൽവറും ബ്രോൺസും പ്ലേയേഴ്സിനൊക്കെ പിടിച്ച് സ്കോഡ് ഇട്ടിട്ട്. കാരണം ഒരു W പ്ലെയർ ഇതിനകത്തും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. നമുക്ക് നോക്കാം, പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല. ഒരു ആരെങ്കിലും ഒരാളെ മറഡോണേനെ കിട്ടിയാൽ നല്ലതായിരുന്നു, പക്ഷേ തരത്തില്ല ഇവർ, അത് വേറെ കാര്യം. ഓക്കെ, മറഡോണേനെ പേരെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അർജൻറ്റീന റൈറ്റ് വിങ്, ലെഫ്റ്റ് ബാക്ക് ഇതാണ്, ആരാണ് അറിയില്ല ഗൈസ്. ഓക്കെ, ടാഗ്ലിഫിക്കോനെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അൺലിമിറ്റഡ് ബണ്ടിലും കൂടി ഒരെണ്ണം ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ജംസ് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അടുത്ത വീക്ക് വരുമ്പോൾ ഓപ്പൺ ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഇപ്പോഴേ ഓപ്പൺ ചെയ്യാം. ഈ വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടിക്കോട്ടെ. ഓക്കെ, നിങ്ങളായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, അർജൻറ്റീനയാണ് സ്ട്രൈക്കർ. ഗൈസ് റേസിംഗ് ക്ലബിലൊക്കെ ഇതാരാണ് അറിയില്ല ഗൈസ്, 102ൻ്റെ പ്ലെയറാണ് ഗൈസ്. സോ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് നമുക്കിത് വന്നിട്ടുണ്ടായിരുന്നത്, ഫെസ്റ്റ ജുനീനിയൻ്റെ. നിങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇപ്പം തന്നെ പോയിട്ട് റിവാർഡ്സ് ക്ലെയിം ചെയ്തേക്കുക. ഓക്കെ, എനിക്കെൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഇനി പോയിട്ട് ഇത് ക്ലെയിം ചെയ്യണം, ഞാൻ മറന്നേ പോയി ഇതിൻ്റെ കാര്യം. ഇത് മാത്രമല്ല ഗൈസ്, നമ്മളെ ഇതും ഉണ്ട് ഗൈസ്, നമ്മളെ ഫെസ്റ്റിവൽ ബാങ്കോക്കിൻ്റെ ആ സംഭവം ഉണ്ട്. അതിനകത്തും അത്യാവശ്യം 100 ജംസ്, പിന്നെ ആ ടുക്കിൻ്റെ ഇമോട്ട് അതൊക്കെ ഉണ്ട്. ഇമോട്ടെന്ന് തന്നെയല്ലേ അതിന് പറയാം. ഓക്കെ, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ക്ലെയിം ചെയ്തേക്കാം, നല്ല റിവാർഡ്സ് തന്നെയാണല്ലോ. ഓക്കെ, ക്ലെയിം ചെയ്യാം. 100 ജംസ് ഒരു 200 ആക്കായിരുന്നു. സോ ഇതിനകത്ത് എന്തായാലും നമ്മളെ ലീഗ് റിവാർഡ്സ് ഉണ്ട്. ഒറ്റ ലെവലാണ് ആയത്. എനിക്ക് വിചാരം ലീഗ് മാറണം, കാരണം ഇനി നമുക്ക് പാക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. കിങ്ലണ്ട് റൈറ്റ് ഇവിടെ ആയിരിക്കും, അല്ല സെൻറ്റർ ബാക്കാണ്. ഇത് മറ്റേ ഡാർലിങ്ങോ മറ്റേ പുള്ളി, ഡാർലിങ്. ആൻഡ് നമുക്കിതിനകത്ത് ഒരു ജംപ് പാക്കല്ല ഈ കോയിൻ വെച്ചിട്ട് ഒരെണ്ണം പൊട്ടിക്കാം. 22 മില്യണിൻ്റെ പാക്കാണ്. ഓക്കെ, സൗത്ത് കൊറിയ, ഇത് മറ്റേ ക്യാമായിരിക്കും.
ക്ലബ്ബൊന്നും അറിയില്ല. ആൻഡ് ടീം 102 ഈസ്. സോ ഈ നമ്മളെ മെയിൻ അക്കൗണ്ടിൽ നമ്മളെന്തായാലും FC ചാമ്പ്യൻ അടിച്ചിട്ടുണ്ട്. ഈ ആനിമേഷൻ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. കിട്ടില്ല ആനിമേഷൻ അല്ലേ, കിടിലൻ ആനിമേഷനാണ്. ഇതിനകത്ത് എന്തായാലും റിവാർഡ് ഉണ്ട് ഗൈസ്, കിടിലൻ പോലത്തെ. അത് ക്ലെയിം ചെയ്യണം. ട്രേഡബിളും ഉണ്ട് അൺട്രേഡബിളും ഉണ്ട്. ഒരു കിടിലൻ ട്രേഡബിൾ കിട്ടിയാൽ മതിയായിരുന്നു. അൺട്രേഡബിൾ മര്യാദയ്ക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് കോയിൻ്റെ എണ്ണം കൂട്ടാമല്ലോ. ഓക്കെ, മെക്സിക്കോ സ്ട്രൈക്കർ 106 ഹെർണാണ്ടസ് 60 ഷാർട്സ് കിട്ടും എന്തായാലും. ഓക്കെ, അൺട്രേഡബിൾ ആണ് വന്നത്. ഓക്കെ, ട്രേഡബിൾ മുസയാണ് ഗീസ്, മുസ. ആൻഡ് ഗീസ് നമ്മളെ ലീഗ് 25 ലെവൽ അടിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പാക്ക് കൂടി ഓപ്പൺ ചെയ്യാം. ജർമ്മനി സെറ്റ്.